ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഈ വ്യക്തി കീഴടങ്ങിയിരിക്കുന്നു. പേടിയെയും ഭയത്തെയും തോൽപ്പിക്കുവാനുള്ള ധൈര്യവും ശക്തിയും പ്രപഞ്ചശക്തി ഈ വ്യക്തിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു എനർജിയിലുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ തീർച്ചയായിട്ടും നമ്മൾ ഇന്നിവിടെ 8 കാർഡ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അവസാനം കുറച്ച് ക്ലൂസും കൂടെ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. അപ്പോൾ ഈ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ ചേഞ്ചസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതായത് ഈ പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, സ്പിരിച്വൽ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ. Let us check about the energy. Yes, bright heart light and open connections ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ സോൾ പവർ വളരെയധികം ഉയർന്ന തലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഹാർട്ട് ചക്ര. ഹാർട്ട് ചക്ര എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഹൃദയം, ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ സോള് വളരെയധികം എക്സ്പാൻഷൻ നടക്കുന്നതായിട്ട് കാണിക്കുന്നു. അതായത് ആത്മാവിന്റെ വികസനം അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള യാത്ര, അതിൻ്റെയൊക്കെ കാഠിന്യം വർദ്ധിക്കുന്നു. അതായത് ഈ പേഴ്സന് സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ, കാര്യങ്ങൾ, ചിന്തകളൊക്കെ വന്നിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാം. തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്നും മോശപ്പെട്ട പ്രവർത്തികൾ ചെയ്യുന്നതിൽ നിന്നുമൊക്കെ ഈ വ്യക്തി പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്നും മോശപ്പെട്ട പ്രവർത്തികൾ ചെയ്യുന്നതിൽ നിന്നും, അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ ഏറ്റവും പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ സോള് വളരെയധികം പോസിറ്റിവിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ആ പോസിറ്റിവിറ്റിയിലേക്ക് വരുമ്പോൾ തന്നെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ജീവിതത്തിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതായത് ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്നുമുള്ള ഒരു സഹായമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഉപദേശമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം യൂണിവേഴ്സിൽ നിന്നും ഈ പേഴ്സണ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കിട്ടാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അതായത് ഇപ്പോഴായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപക്ഷെ ഈ വ്യക്തിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടാവില്ലായിരിക്കും. എന്ത് ചെയ്യണം, എന്താണ്, എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ പേഴ്സണ് വലിയ അറിവില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിവിടെ പറയാൻ സാധിക്കുന്നത് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള ഒരു സഹായം ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ അത് ഈ വ്യക്തിയെ കൂടുതൽ കൂടുതൽ നന്മകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ, മദ്യപാനം അല്ലെങ്കിൽ അത്തരം മോശപ്പെട്ട സ്വഭാവ രീതികളൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നുമൊക്കെ ഈ വ്യക്തി പുറത്തേക്ക് കടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയിലേക്കാണ് ഈ പേഴ്സന്റെ വരവ്. അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഈ പേഴ്സന് ഒന്നില്ലെങ്കിൽ ആരെങ്കിലും ഒരു വഴികാട്ടിയായിട്ട്, മനസ്സിലായോ, ആരെങ്കിലും ഒരു വഴികാട്ടിയായിട്ട് ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ നല്ലൊരു സൗഹൃദം, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു തിരിച്ചറിവ് ഈ വ്യക്തിയിൽ വന്നിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് യൂണിവേഴ്സ്
നിങ്ങളുടെ എനർജീനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഉള്ളത്, നിങ്ങളുടെ എനർജി ഏത് തലത്തിലാണ് എത്തി നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. വാട്ട് അബൌട്ട് യുവർ എനർജി? യുവർ എനർജി എന്ന് പറയുമ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ റീഡിംഗ് ഒരുപക്ഷെ കാണുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരിക്കാം. അതായത് പുരുഷന്മാരുടെ എനർജി ഇല്ല എന്നല്ല, പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു ഡിവൈൻ പവറാണ് കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ ഓൾറെഡി വളരെയധികം മാഗ്നറ്റിക് പവറുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നു. വളരെ അട്രാക്റ്റീവ് പവറാണ്. നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം സൈലന്റ് ആയിട്ട് നിൽക്കും. അതായത് ഒരുപാട് തല്ലുപിടുത്തം ഉണ്ടാക്കാനോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ സംഘർഷങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല. മനസ്സിലായോ? കാര്യങ്ങൾ വളരെയധികം സ്മൂത്ത് ആയിട്ട് വളരെ വളരെ പതുക്കെ പതുക്കെ അല്ലെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് പോയാൽ മതി എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഓക്കെ, അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആണെങ്കിൽ പോലും പല സാഹചര്യത്തിലും നിങ്ങളുടെ അടുത്ത് തല്ലുപിടിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ആ ഒരു ഫൈറ്റിംഗ് ടെൻഡൻസിയിലൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വന്നെങ്കിൽ പോലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കൂട്ടു നിന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ തല്ലുപിടിക്കാനോ അല്ലെങ്കിൽ വാക്കുതർക്കം ചെയ്യാനോ ഈ പേഴ്സൺ പറയുന്നതിന് അനുസരിച്ച് അതിനോടൊപ്പിച്ച് തിരിച്ചു പറയാനോ ഒന്നും നിങ്ങൾ നിന്നിട്ടില്ല. വളരെയധികം ശാന്തതയോട് കൂടി അല്ലെങ്കിൽ വളരെ ക്ഷമയോട് കൂടി നിൽക്കുന്ന ഒരു പറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു മനോബലം അല്ലെങ്കിൽ ആ ഒരു മനഃശക്തി, അത്രയും ക്ഷമ, അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളുടെ ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു നല്ലൊരു മനസ്സ് അത് യൂണിവേഴ്സ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ആയിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ പവർഫുൾ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് ഓരോ കാര്യങ്ങളും നേടിയെടുക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വ്യക്തിയുടെ ആ ഒരു പ്രണയം, അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഈ ഒരു പേഴ്സന്റെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള പ്രണയം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എനർജി അതാണ്. നൈറ്റ് ഓഫ് ഫയർ ആണ് കിട്ടിയിട്ടുള്ളത്. വെരി കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് കേവലം ഒരു സ്നേഹം മാത്രമല്ല, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആണ്. അത് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആകർഷണം, നിങ്ങളുടെ സ്വഭാവ രീതി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് കണ്ടിട്ടുള്ള ആകർഷണം, അങ്ങനെ കംപ്ലീറ്റ്ലി നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഈ പേഴ്സൺ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അങ്ങനെയും കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എപ്പോഴും വളരെ പാഷനേറ്റ് ആണ്. അതായത് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ, ഒരുപാട് ഡ്രീമിങ് ഫാന്റസീസ് അതിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു. ഈ വ്യക്തി നിങ്ങളിൽ നിന്നും വളരെയധികം ആഗ്രഹിക്കുന്നത് റൊമാൻറ്റിക് ആയിട്ടുള്ള നിലപാടാണ്. മനസ്സിലായോ? വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം പ്രണയാർദ്രമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സമീപനം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബിഹേവിയർ ആണ്, അങ്ങനത്തെ ഒരു സ്വഭാവ രീതിയാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ചില സമയത്ത് സീരിയസ് ആകുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് പൊതുവെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അങ്ങനെ പെട്ടെന്നൊന്നും റൊമാൻസ് വരുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പോൾ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കൂടുതൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് റൊമാൻസ് വേണം. അത് ഫിസിക്കൽ നീഡ്സ്, ഇന്റിമസി, സെക്ഷുവാലിറ്റി അതെല്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതിനോടൊക്കെ ഈ പേഴ്സണ് കുറച്ച് കൂടുതൽ താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു. അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ചിലപ്പോൾ അത്രയും താല്പര്യമൊന്നും ഉണ്ടാവില്ല. കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ. സാമ്പത്തികപരമായിട്ടുള്ള കാര്യം, ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കാം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ താല്പര്യം. പക്ഷെ ഈ വ്യക്തിയുടെ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റെന്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സ്നേഹം, റൊമാൻസ്, ഒരു ഇന്റിമസി, ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ പേഴ്സണിന് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. പക്ഷെ ഈ പേഴ്സൺ വളരെയധികം എക്സ്പ്രസീവ് ആണ്. എന്ത് കാര്യവും പുറമെ പ്രകടിപ്പിക്കണം, അങ്ങനെയാണ് ഈ പേഴ്സൺ ഇഷ്ടം. ഒരുപാട് ഒരു നോട്ടി ആയിട്ടൊക്കെ ചിന്തിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, ഒരുപാട് ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്നുണ്ട്. അതൊരു ഫാന്റസീസ് പോലെ കിടക്കുകയാണ്.
ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെ പൊതുവെ ഉള്ള മനോഭാവം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ വ്യക്തിയുടെ പൊതുവെ ഉള്ള മനോഭാവം എന്താണ്? യെസ്, നമ്മൾ പറഞ്ഞില്ലേ ദ ഡ്രീമർ ആണ്, ആ ഒരു എനർജി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ആ ന്യൂ സ്റ്റാർട്ടപ്പ് ആണ്. ട്രസ്റ്റ് യുവർ സെൽഫ്, പുഷ് യുവർ ഫിയേഴ്സ്, ഐ ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് പേടിയുണ്ട്. ഓക്കെ, എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ പേഴ്സണ് പേടിയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് നിങ്ങളോടുള്ള ഒരു താല്പര്യമാണ് ഈ വ്യക്തി ഏറെക്കുറെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തി പോകുന്നതിൻ്റെ അതിൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളോടുള്ള താല്പര്യം തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതും, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള റിയൂണിയൻ, അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നൈറ്റ്, ഒരുമിച്ചിരിക്കുന്ന ആ ഒരു സ്വകാര്യ നിമിഷങ്ങൾ, ഇതൊക്കെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും. അത് ചിന്തിക്കൽ മാത്രമല്ല, ഡ്രീമിംഗ് എന്നാണ് കാണിക്കുന്നത്. ദ ഡ്രീമർ എന്നുള്ള എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെയധികം ഒരു മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാന്റസി വേൾഡിൽ, സ്വപ്ന ലോകത്ത് ഒക്കെ നടക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ ഈ വ്യക്തിക്ക് പേടി വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഇതിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കണം. കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ വ്യക്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ ഒരു യൂണിവേഴ്സ്, ഈ ഒരു പ്രപഞ്ച ശക്തി നിങ്ങൾക്കും ഈ വ്യക്തിക്കും എങ്ങനെയുള്ള ലൈഫ് തരാനാണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും തരാനായിട്ട് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് കരുതി വെച്ചിട്ടുള്ളത്? നമ്പർ 3 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഫെർട്ടിലിറ്റീനെ സൂചിപ്പിക്കുന്നു. അതായത് ഒരു കുടുംബ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളാണെങ്കിലും ഈ പേഴ്സൺ ആണെങ്കിലും അങ്ങേയറ്റം ഒരു ഫാമിലി ലൈഫിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാകാം. അതായത് വർഷങ്ങളായിട്ട് പ്രണയിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, വർഷങ്ങളായിക്കോട്ടെ, മാസങ്ങളായിക്കോട്ടെ, ആഴ്ചകളായിക്കോട്ടെ, ദിവസങ്ങളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇവിടെ ഭയങ്കര ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർ. അതായത് അച്ഛനമ്മ കുട്ടികൾ, ഒരു ജോയിന്റ് ഫാമിലി, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി, എന്താണെങ്കിലും ഒരു ഫാമിലി, ഒരു കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന, മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഫാമിലി ലൈഫാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഉള്ളിലുള്ളത്. ഓക്കെ, ആ ഒരു ലക്ഷ്യമാണ്. അപ്പൊ അത് തന്നെയാണ് യൂണിവേഴ്സും നിങ്ങൾക്ക് തരാനായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളാണെങ്കിലും ഏറ്റവും അധികം ചിന്തിക്കുന്നത്, ഒരുമിച്ച് ജീവിക്കുന്നത് നടക്കില്ലേ, ഒരുമിച്ചുള്ള ജീവിതം പോസിബിൾ ആവില്ലേ, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ടൊരു നല്ലൊരു സന്തോഷകരമായിട്ടുള്ള ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലേ എന്നുള്ള ഒരു ചോദ്യമായിരിക്കും നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലേക്ക് വരുന്നത്. കാരണം അത്രയും നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആണ് എന്നാണ് കാണിക്കുന്നത്. കേവലം ഒരു നേരം പോക്കിനോ, അല്ലെങ്കിൽ ഒരു ടൈം പാസ്, കുറച്ച് നേരത്തേക്ക്, അങ്ങനത്തെ ഒരു സ്നേഹമല്ല. ഇത് കംപ്ലീറ്റ്ലി നമുക്കൊരു മനസ്സിൽ തട്ടിയിട്ടുള്ള അതിലേറെ സ്വപ്നങ്ങൾ, അങ്ങനെ വേണമെങ്കിൽ പറയാം, വളരെയധികം സ്വപ്നങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ അത്തരം ഒരു ചിന്താഗതിയാണ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരിക്കലും, അല്ലെങ്കിൽ നിങ്ങളാണെങ്കിലും കുറച്ച് നാൾ പ്രണയിച്ചിട്ട് വേറെ റിലേഷൻസിലേക്ക് പോകാം, അല്ലെങ്കിൽ കുറച്ച് നാൾ പ്രണയിച്ചപ്പോൾ ഇത് മതിയായി, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഒന്നുമല്ല. ഓരോ നിമിഷവും വളരെ വ്യത്യസ്തമാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ചില സമയങ്ങളിൽ നിങ്ങളിൽ നിന്നും അകലത്തിലേക്ക് പോകുന്നത്? അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരാതെ കൂടുതൽ അകൽച്ചയിലേക്ക് ഈ വ്യക്തി പോകുന്നത് എന്താണ്? അതായത് ഇപ്പൊ ഈ പറയുന്ന പോലെ ചില സമയത്ത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ, അതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ചില സമയങ്ങളിൽ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നത്? യെസ്, ദ പീപ്പിൾ എറൗണ്ട്, അതായത് ഈ പേഴ്സന്റെ ഒരു സറൗണ്ടിങ് എനർജി, ഒരു എൻവയോൺമെന്റൽ എനർജി എന്ന് പറയുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് കൊളീഗ്സ് ആണ്. അതായത് സർട്ടൻ ഒരു കാര്യങ്ങളുണ്ട് ഈ പേഴ്സണ്, ചില പിടിവാശികളുണ്ട്. മേ ബി ഭയങ്കര സെലിബ്രേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതായത് എപ്പോഴും ആഘോഷങ്ങൾ, അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വെഡിങ് ഫങ്ഷൻസ്, ഫ്രണ്ട്സ് ആയിട്ടുള്ള ട്രീറ്റ്, അങ്ങനെ വളരെയധികം കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഒരുപാട് പേരായിട്ട് വളരെയധികം സംസാരിക്കുകയും
വളരെയധികം കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേര്, ചിലപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഇൻട്രോവേർട്ട് ആയിരിക്കാം. ഓക്കെ, ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ഇൻട്രോവേർട്ട് ആയിരിക്കാം. ആരോടും അധികം സംസാരിക്കാതെ എല്ലാവരെയും ഒരു പരിധിയിൽക്കുള്ളിൽ നിർത്തുന്ന ഒരാൾക്കാരായിരിക്കാം നിങ്ങൾ. സോ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ വളരെയധികം എക്സ്പ്രസീവ് ആയിട്ട് കാണിക്കുന്നു, വളരെയധികം എക്സ്പ്രസീവ് ആണ്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും എല്ലാവരുമായിട്ടും വളരെ പെട്ടെന്ന് കമ്പനി ആവുകയും ഫ്രണ്ട്ലി മൈൻഡ് സെറ്റ് ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ചില സമയത്ത് അവരുടെ ആ ഒരു ഇതിലേക്ക് മയങ്ങി വീഴും. ഓക്കെ, ഇപ്പൊ അവരായിട്ടൊക്കെ ഒരു ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ ആ വഴി അങ്ങ് പോയി കളയും. അപ്പൊ നിങ്ങളായിട്ട് എന്താ പറയാ, ഡിസ്ട്രാക്റ്റഡ് ആകും. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ പേഴ്സൺ കൃത്യമായിട്ടുള്ള മറുപടി തരില്ല. സോ നിങ്ങൾക്കിടയിൽ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായി, നോ കോണ്ടാക്റ്റ് ആയി. അങ്ങനെയാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഒരു എനർജിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ പേഴ്സൺ അങ്ങനെ ജെൻഡർ ഡിഫറൻസസ് ഒന്നുമില്ല. ആണായാലും പെണ്ണായാലും അവരായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സൺ കമ്പനി ചെയ്യും. ഫ്രണ്ട്ലി മൈൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് പേരായിട്ട് ഈ പേഴ്സൺ കണക്റ്റഡ് ആണ്. ഒരുപാട് പേർക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, മേ ബി ഈ പേഴ്സൺ വർക്ക് ചെയ്യുന്ന, ജോലി ചെയ്യുന്ന ഫീൽഡ് ഇങ്ങനെ ആയിരിക്കാം. ഒരുപാട് പേരായിട്ട് കണക്റ്റഡ് ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു ഫീൽഡ് ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പേരുടെ എനർജീസ് നമുക്ക് ഈ വ്യക്തിയുടെ ഒപ്പം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ചില സമയങ്ങളിൽ എന്താണ് ഈ പേഴ്സൺ പിന്നിലേക്ക് വലിയുന്നത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ചില സമയത്തൊക്കെ ഒന്ന് അകന്നു പോകുന്നത്. തീർത്തും ഈ ഒരു ഫ്രണ്ട്സ് ആൻഡ് കൊളീഗ്സിന്റെ ഒക്കെ ഭയങ്കര ഒരു കടന്നുകയറ്റമാണ്. അതൊരു പക്ഷെ നിങ്ങൾക്കും ഇഷ്ടമാകുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് പോലും വളരെയധികം ദേഷ്യം കയറുന്ന അല്ലെങ്കിൽ ഇറിറ്റേഷൻ തോന്നിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നു. ആൻഡ് ഓൾസോ നെക്സ്റ്റ് കാർഡ്, യൂണിവേഴ്സ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത്. നമ്പർ 21 ആൻഡ് ഓൾസോ ദ പ്രോഫറ്റിക് ഡ്രീം. ഓക്കെ, അതായത് നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതായിട്ട് കാണുന്നു. അത് കൂടുതലും ഈ പേഴ്സണെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് പോസിറ്റീവും കാണുന്നുണ്ടാകാം, നെഗറ്റീവും കാണുന്നുണ്ടാകാം. പക്ഷേ ഇത് തീർത്തും ചില കുറച്ച് ഇൻറ്റിമസി ആയിട്ടുള്ള, അതായത് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് രഹസ്യമായിട്ട് ചിന്തിക്കുന്ന ചിന്തകളാണ് നിങ്ങൾക്ക് സ്വപ്നങ്ങളായിട്ട് വരുന്നത്. ഇപ്പൊ സപ്പോസ് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരു റൊമാൻസ് നടക്കുകയാണ്, അല്ലെങ്കിൽ രണ്ടുപേരും നേരിട്ട് കാണുന്നു, സംസാരിക്കുന്നു, ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, സംതിങ് ഒരു ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങൾ ഒരുപക്ഷെ സ്വപ്നം കാണുകയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് അത് ഈ പേഴ്സൺ, ഈ വ്യക്തി മനസ്സിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് നിങ്ങൾ സ്വപ്നമായിട്ട് കാണുന്നത്. ഒരുപക്ഷെ ഈ പേഴ്സൺ അത് ഈ വ്യക്തി അത് നിങ്ങളോട് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. ഓക്കെ, പക്ഷെ നിങ്ങളത് അങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കാം. കല്യാണത്തിന് ശേഷം മതി എന്ന് തീരുമാനിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാകാം. ഓക്കെ, അതൊക്കെ നല്ല കാര്യം. അത് നിങ്ങളുടെ സേഫ്റ്റി അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ പേഴ്സൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കാം നിങ്ങളായിട്ട് ഒരു ട്രിപ്പ് പോകണം എന്നുള്ളത്. പക്ഷെ ട്രിപ്പ് പോകാൻ പറ്റിയ യാതൊരു സാഹചര്യവും ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഈ പേഴ്സൺ പലതും മനസ്സിൽ വിചാരിക്കുന്നു. നിങ്ങളായിട്ട് ട്രിപ്പ് പോകുന്നതായിട്ടും എൻജോയ് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഈ പേഴ്സൺ വാങ്ങിച്ച് തരുന്നതായിട്ടും റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഈ പേഴ്സൺ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെയിം കാര്യം തന്നെ നിങ്ങൾ സ്വപ്നത്തിൽ കാണാനുള്ള സാധ്യതകളും കാണിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ പേഴ്സന്റെ മനസ്സിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. എന്ന് വെച്ചിട്ട് അതുപോലെ പോയി ചെയ്യാനല്ല, അത് നിങ്ങളുടെ ഒരു ലിമിറ്റേഷൻ ആണ്, നിങ്ങളുടെ സാഹചര്യമാണ്, നിങ്ങളുടെ ഫ്രീഡമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അതിനോടൊന്നും താല്പര്യമില്ലായിരിക്കാം. അത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നിങ്ങളത് തീരുമാനിക്കാം. പക്ഷെ അത്തരം ഒരു കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. അതാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ നമുക്കിന്ന്
കിട്ടിയിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എനർജി. അപ്പം നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാകാം, ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടു കഴിയുമ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത്, അല്ലെങ്കിൽ ഇത്തരം സ്വപ്നങ്ങൾ ഞാൻ എന്തിനാണ് കാണുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ബട്ട് ഇതാണ് അതിൻ്റെ ഒരു സ്പിരിച്വൽ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കാർഡ് എന്താണ് പൂർവികര് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വാട്ട് വിൽ ബി ദ കാർഡ്? എയർ ഗാർഡിയൻ ആണ് കിട്ടിയിട്ടുള്ളത്. ഷിഫ്റ്റ് യുവർ പെർസെപ്ഷൻ ആണ്. അപ്പോൾ എയർ ഗാർഡിയൻ എന്ന് പറയുമ്പോൾ തന്നെ എയർ എലമെന്റ് ആണ് കിട്ടിയിട്ടുള്ളത്. എയറിന്റെ അർത്ഥം അതായത് ആ ഒരു വായുവിന്റെ ഒരു എനർജിയാണ്. അപ്പം അനാവശ്യമായിട്ടുള്ള ചിന്തകള്, തെറ്റായ ചിന്തകള്, അന്ധവിശ്വാസങ്ങള്, പിന്നെ അന്ധമായ ചില വിശ്വാസങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ചില വിശ്വാസങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പണ്ടത്തെ ജീവിതത്തിൽ അതായത് പാസ്റ്റില് നടന്നു പോയിട്ടുള്ള എന്തൊക്കെയോ വിഷമകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അത് മനസ്സിൽ നിന്നും മാറ്റാനാണ് പൂർവികര് നിങ്ങളോട് പറയുന്നത്. വി ക്യാൻ സീ ദിസ് ലേഡി വളരെയധികം നല്ല രീതിയിൽ അല്ലെ, ഒരു രാജകീയമായിട്ടുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരി നിൽക്കുന്നത് അല്ലേ. അതായത് കിരീടമൊക്കെ വെച്ച് നല്ല നല്ല വസ്ത്രം അല്ലെ, നല്ല ഭംഗിയുള്ള ഇത് നമുക്ക് മുഴുവനും കാണാൻ പറ്റുന്നില്ല. ദെൻ മാല, കയ്യിലുള്ള ഓർണമെന്റ്സ്, അങ്ങനെ വളരെ രാജകീയമായിട്ടാണ് നിൽക്കുന്നത്. ബട്ട് ലുക്ക് അറ്റ് ഹെർ ഫേസ്. ഈ പെൺകുട്ടിയുടെ ഫേസ് നോക്കൂ, വളരെ സാഡാണ്. അപ്പോൾ അതാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രഷ്യസ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ അതിലേക്ക് ശ്രദ്ധിക്കാനാണ് പൂർവികർ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇല്ലായ്മയിലേക്കോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കോ ആയിരിക്കരുത് നിങ്ങൾ ചിന്തിക്കേണ്ടത്, പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ മുഖത്തിന്, കാരണം വേറെ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്നുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ ഈ ലേഡിക്കാൻ എന്തൊക്കെയുണ്ട് അല്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു രാജകീയമായിട്ടുള്ള ഒരു പ്രൗഡ് ലുക്കാണ്, പക്ഷെ അത് ഫേസിലില്ല. അതിൻ്റെ ഒരു തരി പോലും സന്തോഷം ഈ മുഖത്ത് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് ആ ഒരു ചിന്താഗതി മാറ്റാനാണ് പൂർവികര് നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉണ്ടാകാം, നല്ലൊരു വീടുണ്ടാകാം, വസ്ത്രമുണ്ടാകാം, ആവശ്യത്തിന് സൗന്ദര്യം ഉണ്ടാകാം. ഓക്കെ, പക്ഷെ നിങ്ങൾ ഹാപ്പി അല്ല. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിക്കാണ്, ഓക്കെ എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും, അങ്ങനെയൊക്കെ പോണ്, മൊത്തം വിഷമം തന്നെ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറാനായിട്ട് നോക്കുക. ഉത്രം നാള് കിട്ടിയിട്ടുണ്ട്, ബട്ടർഫ്ലൈസ് കിട്ടിയിട്ടുണ്ട്, വിശാഖം നാള് കിട്ടിയിട്ടുണ്ട്, രേവതി നാള് കിട്ടിയിട്ടുണ്ട്, റിയൂണിയൻ, ചതയം നാള്, ഡ്രീമിങ് ഫാന്റസീസ്, ഇത് നമ്മൾ ഏറ്റവും കുറേ കണ്ടു, സ്പിരിച്വൽ സപ്പോർട്ട്, 888, മെഡിറ്റേഷൻ, 1222 angel number, spiritual practices, maybe twin flame connection, pure communication, ചിത്തിര നാള് കിട്ടിയിട്ടുണ്ട്, 1212 angel number, കാർത്തിക നാള് കിട്ടിയിട്ടുണ്ട്, പൂരാടം നാള് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്കറിയാവുന്ന ഫ്രണ്ട്സിനും ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ്, അവരറിഞ്ഞോട്ടെ അല്ലേ. പിന്നെ നിങ്ങളുടെ ആ ഒരു കമൻറ്റ് ബോക്സ്, അതായത് നിങ്ങളുടെ ആ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക് യു 555, ഐ ക്ലെയിം ദിസ് എനർജി, പോസിറ്റീവ് എനർജി ഇൻ ടു മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.